വാട്ടർലൂ ഇന്റർനാഷണൽ ഫിലിംസിന്റെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവിധ ഓണാശംസകളും നേരുന്നു. ഹാപ്പി ഓണം. ബായ്, കഴിഞ്ഞ ആഴ്ചയും പൈസ തന്നില്ല? ഇല്ല ചേട്ടാ, ഞാനിവിടെ പണിക്ക് വന്നിട്ട് വർഷം 10 ചേട്ടാ. എനിക്ക് ശമ്പളം തരാറില്ല. ഞാൻ വീട്ടിൽ 1 ഏക്കർ സ്ഥലം മേടിച്ച് ഒരു 2 നില വീട് വെക്കണുണ്ട് ചേട്ടാ. അതിൻ്റെ പണി മാർബിൾ ഇടാൻ വേണ്ടി ഞാൻ പൈസ ചോദിച്ചിട്ട് മുതലാളി തരുന്നില്ല ചേട്ടാ. ഇവിടെ 10 വർഷമായ ബായി നാട്ടിൽ 2 നില വീടും ബംഗ്ലാവും സ്ഥലവും. അവിടെയൊക്കെ അരിക്കൊക്കെ പൈസ കുറവാണ് ചേട്ടാ. പിന്നെ ചമാളൊക്കെ പച്ചക്കറിക്കൊക്കെ പൈസ കുറവാണ്. ഇവിടത്തെ പോലത്തെ ജാസ്തി പൈസ ഒന്നുമില്ല ചേട്ടാ. അപ്പോൾ ചേട്ടൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. വേറെ ഹോട്ടലിൽ പോയി നോക്ക്. ഈ ബംഗ്ലാവ് പണിത് തീർക്കണ്ടേ? പണി തീർക്കണം ചേട്ടാ. ഭാര്യ അവിടെ പണിക്കൊന്നും പോകുന്നില്ല. അച്ഛനവിടെ കൃഷിപ്പണി ചെയ്യുന്നുണ്ട് ചേട്ടാ. അപ്പോൾ ഭാര്യ എത്ര വരെ പഠിച്ച്? ഭാര്യ 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. 10ാം ക്ലാസ് വരെ പഠിച്ച ഭാര്യ MBBS ആപ്പാ. അവിടെ ഏറ്റവും കൂടിയത് 2ാം ക്ലാസ് 3ാം ക്ലാസ്. ഭാര്യ ഭയങ്കര ടോപ്പ് വിദ്യാഭ്യാസം. നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ വേറെ പുറത്തൊന്നും പോകില്ല ചേട്ടാ. അവിടെ തന്നെ ഇരിക്കും. ഞാൻ അയച്ചു കൊടുക്കണ പൈസ അവർ സ്വരുക്കൂട്ടി വെക്കും. അപ്പൊ ബായിക്ക് അയക്കാനില്ലല്ലോ. അപ്പൊ അയച്ചു കൊടുക്കാൻ പൈസ വേണ്ടേ? പൈസ മുതലാളി എടുത്ത് ചോദിച്ചിട്ട് തന്നില്ല ചേട്ടാ. ചേട്ടൻ ഈ പണി നിർത്തി വല്ല വേറെ വല്ല പണിക്ക് പോയി കൂടെ? ഞാൻ 25 വർഷമായി. 25 വർഷം. അബി ദോസ്ത് ഓണർ. കേരളമേ സ്ഥലത്തിന് പൈസ ജാസ്തി. ഓശാറ പൈസ. അവിടെ കടലക്കൃഷി, ചോളം, ഇതല്ലേ ഏക്കർ കണക്കിന്. ഈ ബംഗാളില് 5 ഏക്കർ മേടിക്കാൻ പറ്റുമോ? പിന്നെ അവിടെ പൈസ കുറവാണ് ചേട്ടാ. ചേട്ടൻ ഈ പണിയൊക്കെ നിർത്തി ഞങ്ങളുടെ നാട്ടിലോട്ട് പോകാം. ഞങ്ങൾക്ക് അവിടെ ആർക്കൊക്കെ പൈസ കുറവാണല്ലോ ചേട്ടാ. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ബംഗാളിലേക്ക് വന്നാലോന്ന്. ബംഗാളിൽ വന്നു കഴിഞ്ഞാൽ സുഖമാണ് ചേട്ടാ. കൃഷിയെല്ലാം ചെയ്ത് ജീവിക്കാം. ഇവിടെ പൈസ കിട്ടും. ഇവിടെ എല്ലാത്തിനും ജാസ്തി പൈസ അല്ലേ ചേട്ടാ. പൈസ ഉണ്ടെങ്കിൽ അതുപോലെ കൂലിയുണ്ട്. പൈസ പണിയുടെ അനുസരിച്ച് പൈസ ഹാർഡ് വർക്കാണ്. ബാക്കി ബ്രദറൊക്കെ? എനിക്ക് 2 ചേട്ടന്മാരുണ്ട്, ഒരു ചേട്ടനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ ചേട്ടനൊക്കെ എന്തെടുക്കുന്നു? ചേട്ടൻ പെരുമ്പാവൂരുണ്ട്. ഫസ്റ്റ് പെരുമ്പാവൂരുണ്ട്. എല്ലാം കിട്ടൂല്ലോ അവിടെ? അവിടെ എല്ലാം ഉണ്ട് ചേട്ടാ. അവിടെ ചേട്ടൻ നാട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അവിടെ നല്ല സെയിൽ നടത്തും. അപ്പോൾ സെയിൽ നടത്തും. നല്ല കാശാണോ? എന്തൊക്കെയുണ്ട് സാധനം ഐറ്റം? അവിടെ നമുക്ക് എല്ലാത്തിനും വില കുറവാണ്. നമ്മുടെ പുകയൊക്കെ ഉണ്ടാവും അവിടെ. നമ്മുടെയൊക്കെ നാട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ, കഞ്ചാവ് ചെടി വെച്ച് പിടിപ്പിക്കാൻ ലൈസൻസ് ഒന്നും വേണ്ട. ഒരു 2 ഏക്കർ എനിക്ക് വേണം. അവിടെ ഇങ്ങനെയെല്ലാം ചെയ്യാം. പക്ഷെ നമ്മുടെ കേരളത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ പോലീസ് പിടിച്ചാൽ നമ്മുടെ ഭയങ്കര ഫൈൻ അടക്കണം. ഫൈൻ അടച്ചാൽ മാത്രം പോരാ, അകത്തും പോയി കിടക്കും. അത് പിന്നെ ഞാൻ പല പോലീസുകാർക്കും ചില്ലറയൊക്കെ കൊടുത്തിറങ്ങി പോരും. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ചേട്ടൻ നാട്ടിലൊക്കെ ഒരു കുഴപ്പമില്ല. ഇവിടെ എല്ലാത്തിനും ഭയങ്കര പൈസയാണ്. ഇവിടെ മുതലാളിയാണെങ്കിൽ ഞാനിവിടെ പണിയെടുത്തിട്ട് എനിക്ക് 5 മാസത്തെ ശമ്പളം തരാനുണ്ട്. ഞാനിപ്പോൾ പോകാൻ പോവാണ് വേറെ സൈറ്റിലോട്ട്. എന്നെ പെരുമ്പാവൂര് കിട്ടൂല. അത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിച്ചാൽ നമുക്ക് പോലീസിന് പൈസ കൊടുത്ത് നമ്മളിങ്ങനെ പോരും. ചേട്ടൻ കുറേ നേരമല്ലേ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നത്? അല്ല, നല്ല പരിചയം തോന്നുന്നു എനിക്ക്. നിങ്ങൾ എന്നെ കണ്ട് പരിചയമൊന്നുമില്ല. ഞാൻ കണ്ണൂരാണ്. ഞാനിവിടെ ഹോട്ടലിൽ ജോലി ചെയ്യണം. ചേട്ടന്റെ കൂട്ടുകാരനാണ്? അല്ല, നമ്മൾ സംസാരിക്കുന്നത് കുറെ നേരമായി എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അല്ല, എനിക്ക് അവിടെ കുറെ നേരം നിന്ന് നിങ്ങൾ നോക്കണത് ഞാൻ കണ്ടു. भाई उसको देखने का है ना, वो ज्यादा है, ऐसा है. ഓക്കെ ഭയ്യ. അല്ല, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ബായ്? ഇനി എന്നാ നാട്ടിൽ പോണത്? 2 വർഷം പിടിക്കും ചേട്ടാ. വീടിന്റെ പണി തീർന്നിട്ടില്ല. അല്ല, എനിക്ക് ഈ പുള്ളിക്കാരനെ കണ്ടിട്ട് നല്ല പരിചയം. അപ്പൊ ഒന്ന് പരിചയപ്പെട്ടാണ്. പുള്ളിയുടെ എവിടെ സ്ഥലം എന്ന് ചോദിച്ചാണ്. പക്ഷെ എനിക്ക് ഇയാളെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇത് പൊതുവഴിയാണല്ലോ. അല്ല, എന്നെ പരിചയപ്പെടണമെന്ന്. ഞങ്ങള് വെറുതെ ഹോട്ടൽ ജോലി ചെയ്യുന്നു. ഇപ്പൊ സൺഡേ അല്ലേ, ഞങ്ങള് ബായി എൻ്റെ കൂടെ പണിയെടുക്കുന്ന. ബായിക്ക് ശമ്പളം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ബായിക്ക് താല്പര്യമില്ല. ഞങ്ങളത് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോ ഇവിടെ ഹോട്ടലിൽ എത്ര നാളായി പണിയെടുക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ഇവിടെ 20 വർഷമായി. 20 വർഷമായി?
ഇല്ല, ഭായി എൻ്റെ കൂടെ ഹോട്ടലിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ പുള്ളിക്ക് ശമ്പളം കുറവാണ്. പുള്ളി കറക്റ്റ് ഓണർ കറക്റ്റായിട്ട് ശമ്പളം ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ പിന്നെ 20 വർഷമായതുകൊണ്ട് എനിക്ക് പുള്ളി അഡ്ജസ്റ്റ് ചെയ്ത് പൈസ ഒക്കെ തരുന്നുണ്ട്. ഒരു ശമ്പളം കുറവാണെങ്കിലും ഞാൻ പിന്നെ ഒറ്റത്തടിയാണ്. ഭാര്യ വരുന്നില്ല. അവിടെ എന്തായിരുന്നു ഇവിടെ കണ്ണൂര്? കണ്ണൂർ ഞാൻ പഠിച്ച് അങ്ങനെ ചെറുപ്പത്തിലേക്ക് പോകുന്നതാണ്. ചെറിയ സ്ഥലത്തായിട്ടേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ തന്നെയാണ്. ഇപ്പൊ പുതിയ സ്ഥലത്തോട്ട് നോക്കണം. പുതിയ സ്ഥലത്ത് നോക്ക് ഭായിക്ക് മുതലാവുന്നില്ലെങ്കിൽ പിന്നെ അയാൾ പിന്നെ അയാൾ നമ്മളെ കുറേ നേരം നീ ചാടിപ്പോയുണ്ട്. എന്റെ 36 വർഷത്തെ സർവീസാ തകർത്തത്. നീ എന്റെ ജീവിതം തകർത്തു. നിന്നെ വളർത്തിയിട്ട് കളിക്കരുത്. എന്താ ചേട്ടൻ്റെ പ്രശ്നം എന്താ? എന്താ പ്രശ്നം എന്താ? എന്താ പ്രശ്നം എന്താ? കുത്തി കീറിക്കളയാ ഞാൻ. തുടരുത്, എൻ്റെ അടുത്ത് കളിക്കരുത്. എന്താ കാരണം? മുപ്പത്തിരണ്ട് വർഷമാണോ നിന്റെ പുറകെ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ എന്താ ചെയ്തത്? എനിക്കൊരു 6 മാസത്തെ സർവീസേ ഉള്ളൂ. അതിനിടയ്ക്ക് നീ 12ാമത്തെ വയസ്സിൽ നീ മുങ്ങിയതാ അവിടുന്ന്. ഞാൻ എന്ത് പിടിക്കത്തില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. 2 കുത്തിക്കൊന്നവനാണ് 12ാമത്തെ വയസ്സിൽ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്തത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. കോടതിയിലാക്കിയ ഞാനാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. ഞാൻ ആരും ഞാൻ എന്റെ മുതലാളിനോട് ഹോട്ടലിലെ മുതലാളിയോട് ചോദിച്ചോക്ക്. 20 വർഷമായി ഞാൻ അവിടെ. കോടതി പറഞ്ഞു എല്ലാം അറിഞ്ഞിട്ടാ വന്നത്. ഒരു റൂമിനെ പോലും ഞാൻ നോക്കിട്ടില്ല. കോടതി പറഞ്ഞു നിങ്ങൾ വിട്ട് നിങ്ങൾക്ക് ആളും മാറി ചേട്ടാ. എന്നെ വിട്ട് ചേട്ടോ. നിയമത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ എത്ര വർഷമായാലും നടക്കില്ല. എന്റെ ജീവിതം നശിപ്പിക്കാനാണ്. 32 വർഷമായി എന്റെ സർവീസ് മൊത്തം. സാറേ